പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് നടന്നതെന്നാണ് അച്ഛൻ ജയപ്രകാശ് വിശ്വസിക്കുന്നത്. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. 8 മാസമായി അവർ സിദ്ധാർത്ഥനെ പീഡിപ്പിക്കുകയായിരുന്നു. 8 മാസത്തിനിടെ SFIയുടെ പല നേതാക്കളും കോളേജിൽ ചെന്നിട്ടുണ്ട്. ഇക്കാര്യം സിദ്ധാർത്ഥൻ തന്നെ വീട്ടിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ ചേട്ടൻ വന്നു, ആ മുതിർന്ന ചേട്ടൻ വന്നു, യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവൻ തന്നെ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ SFIക്കാർ കൈയടക്കി വച്ചിരിക്കുന്ന യൂണിയൻ മുറിയിൽ 8 മാസം ദിവസവും സിദ്ധാർത്ഥ് പോയി ഒപ്പിടുന്നുണ്ടായിരുന്നു. അത് വെറുതെ പോയി ഒപ്പിടുകയായിരുന്നില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറയുന്നത്. ഒന്നുകിൽ വിവസ്ത്രനായോ അല്ലെങ്കിൽ മുട്ടിലെഴഞ്ഞോ ചെന്ന് വേണം ഒപ്പിടാൻ. അതാണ് അവരുടെ രീതി, അതാണ് അവരുടെ കോടതി. ഇക്കാലത്തിനിടെ SFI സംസ്ഥാന നേതൃത്വത്തിലെ ഒരാൾ പോലും അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നും അച്ഛൻ ചോദിക്കുന്നു. അവനെ തീർക്കാൻ പ്ലാനിട്ടത് അവരെല്ലാം ചേർന്നാണ്. അല്ലെങ്കിൽ അവനെ വിട്ടേക്കാൻ അവർ പറയുമായിരുന്നില്ലേ? 8 മാസത്തിനിടെ നടന്ന എല്ലാ ക്രൂരതകളും അവരുടെ അറിവോടെയാണെന്ന് വ്യക്തമാണെന്നും ജയപ്രകാശ് ഉറച്ചു വിശ്വസിക്കുന്നു. അത്രയ്ക്ക് ആദർശമുള്ളവരാണെങ്കിൽ നേരത്തെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിൽ ഉന്നത തലത്തിലുള്ള ഇടപെടലെന്ന ആരോപണം. വെറ്റിനറി സർവകലാശാലയിലെ ഉന്നതനായ സംഘടനാ നേതാവിന്റെ ബന്ധുവിനെ രക്ഷിക്കാനാണ് ഹോസ്റ്റലിന്റെ ചുമതലക്കാരനായ അസിസ്റ്റന്റ് വാർഡനെ കൊണ്ട് കുട്ടികളുടെ പട്ടികയിൽ തിരുത്തൽ വരുത്തിച്ചതെന്നാണ് ആരോപണമുയരുന്നത്. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ ഫെബ്രുവരി 16-ന് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ഉന്നത ഉദ്യോഗസ്ഥയുടെ ബന്ധുവിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയാണ് ഹോസ്റ്റലിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡൻ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ആന്റി റാഗിംഗ് കമ്മിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്ത ശേഷം അദ്ദേഹം തന്നെ നൽകിയ രണ്ടാമത്തെ റിപ്പോർട്ടിൽ നേതാവിന്റെ ബന്ധുവടക്കം 2ാം വർഷക്കാരായ 2 വിദ്യാർത്ഥികളുടെ പേര് ഒഴിവാക്കി. അവർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ലെന്നും ലിസ്റ്റിൽ അറിയാതെ ഉൾപ്പെട്ടു പോയതാണെന്നുമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഈ കാരണം പറഞ്ഞാണ് അപ്പീൽ സ്വീകരിച്ച ശേഷം മുൻ വൈസ് ചാൻസലർ 2 പേരുടെ സസ്പെൻഷൻ റദ്ദാക്കിയത്. റാഗിംഗ് വിവരം അറിയിച്ചില്ലെന്ന കാരണത്താൽ സംഭവ ദിവസം ഹോസ്റ്റലിലുണ്ടായിരുന്ന 98 പേരെ കോളേജിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് ആന്റി റാഗിംഗ് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ വയനാട്ടിൽ ഹർത്താൽ കാരണം ഒരു ദിവസത്തേക്ക് കൽപ്പറ്റയിൽ നിന്ന് റാഗിംഗ് നടന്ന ഹോസ്റ്റലിലേക്ക് മാറിയ 31 ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റാഗിംഗിൽ പങ്കില്ലെന്ന് മനസ്സിലാക്കി മുൻ VC ഒഴിവാക്കി കൊടുത്തു. അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ചട്ടങ്ങൾ മറികടന്ന് 2020-ലെ ബാച്ചുകാരായ 2 പേർക്കെതിരെയുള്ള നടപടി റദ്ദാക്കിയത്. സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി എടുത്ത നടപടിയെ ദുർബലമാക്കുന്ന രീതിയിൽ സർവകലാശാല ഇടപെട്ടതെന്നാണ് ആക്ഷേപം. സസ്പെൻഷനിലായ മുൻ VCയുടെ കാലത്താണ് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങിയതെന്നാണ് വിവരം. സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷമുണ്ടായ സമരങ്ങളെ തുടർന്ന് കോളേജ് ഒരാഴ്ച അടച്ചിട്ട് തുറന്നപ്പോഴേക്കും സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും രേഖകളിൽ നടപടിക്ക് വിധേയരായി എന്ന് വരാതിരിക്കാനാണ് നടപടി റദ്ദാക്കിയത്. ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ തീരുമാനം അപ്പീലിലൂടെ റദ്ദാക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ ലോ ഓഫീസറുടെ ശുപാർശ ആവശ്യമാണ്. അതിൽ ദുരൂഹമായ ഇടപെടലുകൾ നടന്നതാണ് ആരോപണങ്ങൾക്കിടയാക്കിയത്. സിദ്ധാർത്ഥന്റെ കേസിൽ ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയത്. അന്തിമ റിപ്പോർട്ട് കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ചെങ്കിലും നിയമോപദേശം ലഭിച്ച ശേഷം സമർപ്പിക്കാനാണ് തീരുമാനം. അതിനു മുമ്പ് എന്തുകൊണ്ട് സർവകലാശാല ധൃതിപ്പെട്ട് സസ്പെൻഷൻ ഒഴിവാക്കി കൊടുത്തതെന്നും ചോദ്യമുയരുന്നുണ്ട്. ഇതോടൊപ്പം ആന്റി റാഗിംഗ് സ്ക്വാഡ് ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ അവർ അതിരുകടക്കുന്നുവെന്ന ആരോപണവുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ കോളേജ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സ്ക്വാഡ് കണ്ടെത്തിയ 2 റാഗിംഗ് കേസുകൾ പോലീസിന് കൈമാറിയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ഇരകൾ ഒടുവിൽ നിഷേധിച്ചു. ഇതോടെ പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാൻ കഴിയാതായി. കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് ജയപ്രകാശ് ചൂണ്ടിക്കാട്ടി. ഡീൻ MK നാരായണനെതിരെയും നടപടി വേണം.